പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായിട്ട് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മളായിരിക്കുന്ന അവസ്ഥകളിലേക്ക് കടന്നു വരികയാണ്. കർത്താവിന് നമ്മെ വിട്ടുകൊടുത്തുകൊണ്ട്, പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് നമ്മെ ജീവിതത്തെയും വിട്ടുകൊടുത്തുകൊണ്ട്, കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും സ്മരിച്ചുകൊണ്ട്, പ്രത്യേകമായ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യമായിട്ട് കർത്താവിൻ്റെ സ്നേഹവും കരുണയും നമ്മളിലേക്ക് ഒഴുക്കുന്നതിനെ പ്രതി കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഈശോയെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ദൈവത്തെ നമുക്ക് കരങ്ങളുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മൾ ഈ നോമ്പ് കാലത്ത് ഓരോ ദിവസവും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ അവസാന നിമിഷങ്ങളെ പറ്റിയാവണം. എങ്ങനെയാണ് എൻ്റെ ദൈവം പീഡാസഹനങ്ങൾ ഏറ്റെടുത്തത്? എങ്ങനെയാണ് എൻ്റെ ഈശോ കുരിശു വഹിച്ചത്? എങ്ങനെയാണ് ദൈവമായിരുന്ന അവിടുന്ന് തൻ്റെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം മരണത്തിന് എൻ്റെ രക്ഷയ്ക്കായിട്ട് വിട്ടുകൊടുത്തത്? എങ്ങനെയാണ് എൻ്റെ ദൈവം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്? പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ധ്യാന വിഷയങ്ങളാവേണ്ട ദിവസങ്ങളാണ് ഈ നോമ്പുകാലം. പ്രത്യേകമായിട്ട് ഈശോയുടെ പീഡാസഹനങ്ങളെ പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് മനുഷ്യനായിട്ട് അവതരിച്ചത്. തൻ്റെ ദൈവത്വം പോലും ഒരു വലിയ കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് പാപികളായ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ഈശോ കുരിശ് വഹിച്ച് മരിച്ച് അടക്കം ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവിൻ്റെ പീഡാസഹനവും അവിടുത്തെ മരണവും സംസ്കാരവും ഉത്ഥാനവുമെല്ലാം എൻ്റെ രക്ഷയ്ക്കായിട്ടായിരുന്നു. കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും അവൻ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നിറവേറ്റിയത് എന്ന ബോധ്യം ജീവിതത്തിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളാകുന്ന കുരിശുകളെ ഏറ്റെടുത്ത് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് നടന്നുപോയ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുവാനായിട്ട് നമ്മെ ശക്തരാക്കും. പ്രിയമുള്ളവരെ, പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 18-19 വാക്കുകളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടാണ് എന്ന്. കുരിശിലെ കർത്താവ് ചിന്തിയ ഓരോ രക്തത്തുള്ളികളും നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിരുന്നു. കുരിശിൻ്റെ വഴിയിൽ അവൻ ഏറ്റെടുത്ത ഓരോ പീഡകളും വേദനകളും മുറിവുകളും അതെല്ലാം അവൻ സഹിച്ചത്, പ്രിയമുള്ളവരെ, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, നീ രക്ഷിക്കപ്പെട്ടത് സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പ്രത്യുത അമൂല്യമായ ദിവ്യ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടാണ്. പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 3-4 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്: എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും
എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ്. ഇതാണ് നമ്മെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ശക്തരാക്കുന്നത്. ഈശോ എനിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് കടന്നു വന്നു. ഈശോ ഈ ലോകത്തിൽ ഏറ്റെടുത്ത ഓരോ പീഡകളും എനിക്ക് രക്ഷ കൈവരിക്കുന്നതിനായിട്ടായിരുന്നു. ഈശോയുടെ മരണത്തിലൂടെ, അവിടുത്തെ സംസ്കാരത്തിലൂടെ, അവിടുത്തെ ഉത്ഥാനത്തിലൂടെ എനിക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. പൗലോസ്ലീഹായ്ക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ വലിയ രഹസ്യം ഇന്നെനിക്കും ഞാനായിരിക്കുന്ന സഭയ്ക്കും പകർന്നു തന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വിശ്വാസം, ഇതാണ് എൻ്റെ രക്ഷ. യേശു ക്രിസ്തുവിലുള്ള രക്ഷ, അവൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുകാരായിട്ട് മാറുക എന്നതാണ്. ഇതാണ് സഭയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം എമ്മാവൂസിലേക്ക് പോയ 2 സ്ലീഹന്മാരെ ഈശോ പഠിപ്പിച്ചതും ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 26-ഉം 27-ഉം വചനങ്ങളിൽ ഈശോ എങ്ങനെയാണ് മനുഷ്യരക്ഷയ്ക്കായിട്ട് തൻ്റെ കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ അവൻ പകർന്നു തന്ന രക്ഷ എപ്രകാരമാണെന്ന് എമ്മാവൂസിലേക്ക് അവൻ ആ ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഈശോ ഈ വിശുദ്ധ ലിഖിതങ്ങളെ പറ്റി പറഞ്ഞു തന്നപ്പോൾ ജ്വലിച്ചിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയവും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പറ്റി ധ്യാനിക്കുമ്പോൾ, നമ്മുടെ ജീവിതവും കർത്താവിൻ്റെ മരണത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ, നമ്മുടെ ജീവിതവും കർത്താവിൻ്റെ ഉത്ഥാനത്തെ പറ്റി ചിന്തിച്ച് അവൻ പകർന്നു തന്ന രക്ഷ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും നമ്മുടെ ജീവിതവുമൊക്കെ ആത്മീയമായൊരു ജ്വലനം നടത്തണം. അതാണ് കർത്താവ് പകർന്നു തന്ന ആ അഭിഷേകം ജീവിതത്തിൽ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ. പ്രിയമുള്ളവരെ, ഈ നോമ്പാചരണത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ പീഡാനുഭവത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ പീഡാനുഭവത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പുണ്യത്തിൽ നിന്ന് പുണ്യത്തിലേക്കും കൃപയിൽ നിന്ന് കൃപയിലേക്കും വളരുന്നതിന് നമുക്ക് സഹായകമായി തീരും. കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിറവ്, വലിയ അഭിഷേകം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, മുറിവുകൾ ഉണ്ടാകുമ്പോൾ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, ജീവിത പ്രശ്നങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റെടുക്കുവാനൊക്കെ കരുത്തും കൃപയും അഭിഷേകവും നമുക്ക് പകർന്നു തരുന്നത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഈ പീഡാസഹനങ്ങളെ പറ്റിയുള്ള ധ്യാനങ്ങളായിരിക്കണം. അതെ, ഈ പീഡാസഹനത്തെ പറ്റി നാം ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ജീവിത വിശുദ്ധീകരണം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുമൊക്കെ വലിയ ശക്തിയായി, കൃപയായി, അഭിഷേകമായിട്ട് കടന്നു വരും. അതുകൊണ്ടാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പീഡാസഹനത്തെ പറ്റി, അവൻ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത കുരിശിൻ്റെ വഴികളെപ്പറ്റി, അവൻ കുരിശുകളിൽ തൂങ്ങി അവസാനത്തുള്ളി രക്തം പോലും നമുക്ക് പകർന്നു തന്നുകൊണ്ട് അവൻ മരിച്ച വഴികളെപ്പറ്റി, ഉത്ഥാനത്തെ പറ്റിയൊക്കെ നമ്മൾ ധ്യാനിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനേറ്റ ക്ഷതങ്ങളും മുറിവുകളും എല്ലാം ഉണങ്ങുവാനുള്ള വലിയ സൗഖ്യത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആത്മാവിനെ ശുദ്ധമാക്കുവാനും പരിപൂർണമാക്കുവാനുമുള്ള ശക്തിയും കഴിവും അഭിഷേകവും ഒക്കെ ലഭിക്കുന്നത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഈ പീഡാനുഭവത്തെ പറ്റി നമ്മൾ ജീവിതത്തിൽ ധ്യാനിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നത്: ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഒരാൾ പൊഴിക്കുന്ന കണ്ണുനീര് ജെറൂസലേമിലേക്കുള്ള ഒരു തീർത്ഥയാത്രയേക്കാൾ അപ്പവും വെള്ളവും മാത്രം കഴിച്ച് 1 വർഷം മുഴുവൻ നടത്തുന്ന ഉപവാസത്തെക്കാളൊക്കെ വിലപ്പെട്ടതാണ് എന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധ അൽഫോൻസ് ലിഗോറി ഇപ്രകാരം പറയുന്നുണ്ട്:
നീ ആത്മീയ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ പീഡകളെപ്പറ്റി ദിവസവും ധ്യാനിക്കുക. കർത്താവിനേറ്റ മുറിവുകളെപ്പറ്റി നീ ധ്യാനിക്കുമ്പോൾ, കർത്താവ് നിനക്ക് വേണ്ടി നെഞ്ചു പിളർക്കപ്പെട്ടു എന്ന് നീ ധ്യാനിക്കുമ്പോൾ, അവൻ മുൾമുടി ധരിച്ചത് നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ടാണെന്ന് നീ ധ്യാനിക്കുമ്പോൾ, അവനേറ്റ ചമ്മട്ടികൾ നിനക്ക് വേണ്ടിയായിരുന്നുവെന്ന് നീ ധ്യാനിക്കുമ്പോൾ, അവൻ വഹിച്ച കുരിശ് നിന്നെ വിശുദ്ധീകരിക്കുവാനായിട്ടായിരുന്നു എന്ന് നീ ധ്യാനിക്കുമ്പോൾ, അവൻ 3 ആളുകളാൽ കുരിശിൽ തറയ്ക്കപ്പെട്ടത് എൻ്റെ രക്ഷയ്ക്കായിട്ടായിരുന്നു എന്ന് നീ ധ്യാനിക്കുമ്പോൾ, തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം സഹനങ്ങളുടെ അനീതികളെ ഓർത്ത് നിരാശയോടെ അസ്വസ്ഥതയോടെയൊക്കെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ പീഡാനുഭവ ധ്യാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതാണ് പ്രിയമുള്ളവരെ. പാപത്തിൻ്റെ കുത്തൊഴുക്കിനെതിരെ കെട്ടാവുന്ന ബലിഷ്ഠമായ ചിറയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ. വേദപണ്ഡിതനായ ഒറിജിൻ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൻ്റെ മരണം ആത്മാവിൽ അരങ്ങേറുമ്പോൾ പാപത്തിന് ആത്മാവിനെ കീഴടക്കുവാനാവില്ല എന്ന്. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ കർത്താവിന് വിട്ടുകൊടുക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തെ ഞാൻ പരിപൂർണമായിട്ട് നിനക്ക് സമർപ്പിക്കുകയാണ്. നീ പീഡാനുഭവത്തിലൂടെ എനിക്ക് ലഭ്യമായ ആ വലിയ കൃപ, അഭിഷേകം, ആ രക്ഷ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുള്ള മനസ്സിൻ്റെ തുറവി, ജീവിതത്തിൻ്റെ തുറവി എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ കർത്താവിന് ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, വ്യക്തിബന്ധങ്ങളെ, ജീവിതത്തിൽ എവിടെയൊക്കെയോ നമ്മൾ സഹിക്കാൻ പറ്റാത്ത സ്നേഹരാഹിത്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളെല്ലാം ഈ നിമിഷം കർത്താവിൻ്റെ മുറിവുകളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ ലഭിക്കാതെ പോയ നിമിഷങ്ങളെപ്പറ്റി വ്യാകുലരാകുന്നവരുണ്ടെങ്കിൽ, കർത്താവേ, നിൻ്റെ കരുണ മാത്രം മതി എനിക്ക് രക്ഷ പ്രാപിക്കുവാനുള്ള ആ വലിയ ആത്മീയ രക്ഷയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അലസതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, കർത്താവേ, നിൻ്റെ കുരിശിൽ നീ ചിന്തിയ രക്തത്താൽ അലസത എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസ്വസ്ഥതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ കർത്താവിന് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. വേദനകൾ, മുറിവുകൾ, ഈശോയെ, നിൻ്റെ വേദനയോട്, നിൻ്റെ മുറിവിനോട് ചേർത്ത് വയ്ക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലവിധ അഡിക്ഷൻസ് ഉണ്ടാവാം. ഏറ്റവും വലിയ അഡിക്ഷൻ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം. കർത്താവേ, മൊബൈലിൽ ഒരുപാട് സമയം അലസതയോടെ ഞാൻ കടന്നു പോകുന്നുണ്ട്. ഈശോയെ, വേണ്ടാത്ത ചില ചീത്ത സൈറ്റുകളൊക്കെ കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി തന്നെ ഞാൻ കുറച്ച് കളയുന്നുണ്ട്. ഒരുപക്ഷെ മൊബൈലിൽ പലവിധ ഗെയിംസൊക്കെ കളിച്ച്, കർത്താവേ, ഞാൻ എൻ്റെ വിശുദ്ധി, എൻ്റെ ജീവിതം അലസതയോടെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. അവിശുദ്ധ ബന്ധങ്ങളെ പ്രഘോഷിക്കുന്ന വെബ് സീരിയൽസ് ഒക്കെ കണ്ടുകൊണ്ട്, കർത്താവേ, ഇതാണ് നീതി, ഇതാണ് ശരിയായ വഴിയെന്നൊക്കെ ഓർത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്കും വിശുദ്ധിയില്ലാത്ത ചില ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ കടന്നു വരുന്നുണ്ട്. കർത്താവേ, ആ മേഖലകളെല്ലാം ഈ നിമിഷങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം ഈ നിമിഷം ശക്തിയായിട്ട്, കൃപയായിട്ട്, അഭിഷേകമായിട്ട്, വിശുദ്ധിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് കർത്താവിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ഒരുപക്ഷെ പഠിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥകൾ, ഡിപ്രഷൻ പോലെയുള്ള രോഗാവസ്ഥകളൊക്കെ ഇന്ന് വ്യക്തിബന്ധങ്ങളിലും ജീവിതത്തിലുമൊക്കെ ഉണ്ടെങ്കിൽ, കർത്താവേ, നിൻ്റെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ വളരെ വയലൻ്റ് ആകുന്ന അവസ്ഥകൾ നമുക്കുണ്ടെങ്കിൽ, അക്രമാസക്തയോടെ, ജഡികാസക്തികളോടെയൊക്കെ ജീവിതത്തിൽ മുന്നേറുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിമിഷം നിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ, നീ ചിന്തിയ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ സകല അന്ധകാര ശക്തികളും എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറിപ്പോകട്ടെ എന്ന് ഈശോയെ എനിക്ക് കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജഡികാസക്തികൾ, പാപാസക്തികൾ, ഇങ്ങനെ ജീവിതത്തിൽ ഞാൻ
തെറ്റുകളിലൂടെ പോകുന്ന മനോഭാവങ്ങളും ചിന്താഗതികളുമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, നിൻ്റെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയത് സ്നേഹമായിരുന്നല്ലോ, കരുണയായിരുന്നല്ലോ. ഈ നിമിഷം എൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ കരുണ, നിൻ്റെ വിശുദ്ധ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങട്ടെ, നിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങട്ടെ. തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ തിരുരക്തം കൊണ്ട് കർത്താവേ, പാപത്തിൻ്റെതായ ആസക്തികൾ, ജഡികതയുടെ ആസക്തികൾ, ലഹരിയുടെ ആസക്തികളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് എന്നെ നിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ എന്നിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുരക്തത്താൽ നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുവാനും കർത്താവ് നമുക്ക് അവൻ്റെ കുരിശുമരണത്തിലൂടെ കൈമാറി തന്ന വലിയ രക്ഷ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് ഈ നിമിഷം കരുണയും സ്നേഹവും നമ്മളിലേക്ക് ഒഴുക്കുന്നു. എനിക്ക് എൻ്റെ ഈശോയുടെ കരുണ, സ്നേഹം അതെൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. അത് ഞാൻ ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ, അവൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണെന്ന വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ കൃപ നമുക്ക് ഏറ്റെടുക്കാം. അവിടുത്തെ അഭിഷേകം, അവിടുത്തെ കരുണ, അവിടുത്തെ സ്നേഹം ഈ ദീപികാരണത്തിലൂടെ ഈ നിമിഷങ്ങളിൽ ഈശോ നമുക്ക് പകർന്നു തരികയാണ്. ഈ സമാപന ആശീർവാദം ഈശോയുടെ കരുണയും സ്നേഹവും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.